ED അടുത്ത് വളയാൻ പോകുന്നത് AKG സെൻ്ററാണ്. AKG സെൻ്ററിൽ വരെ റെയ്ഡ് നടത്തേണ്ടി വരും. കാരണം എക്സാലോജിക്കിൻ്റെ ഔദ്യോഗിക മേൽവിലാസമായി, സ്ഥിരം മേൽവിലാസമായി കൊടുത്തിരിക്കുന്നത് AKG സെൻ്ററാണ്. അപ്പോൾ ഈ പറയുന്ന അന്തംകമ്മികളെല്ലാം കൂടെ വന്ന് AKG സെൻ്ററിൽ ED കയറി എന്ന് പറഞ്ഞ് വീണ്ടും ED ആക്രമിക്കാൻ വരുമോ? സാറിന് എന്ത് തോന്നുന്നു? അടുത്തിന് AKG സെൻ്ററിനാണോ പൂട്ട്? AKG സെൻ്റർ ആകുമ്പോൾ ഒരു സാധ്യതയുണ്ട് പഴയ നാടകം അഭിനയിക്കാൻ. കാരണം AKG സെൻ്റർ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസ്റ്റീജ് സ്ഥലമുണ്ടല്ലോ, പാർട്ടി സ്ഥലം. സംഗതി ആൻ്റണി എന്തൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമായിട്ട് എടുത്തിട്ട് പണിതാണ്. അതാണ് കോൺഗ്രസ് അതിനെ പറ്റി ഒന്നും മിണ്ടാത്തത്. ഇതൊക്കെ ആണെങ്കിൽ അവരുടെ സംസ്ഥാന ആസ്ഥാനമാണല്ലോ, അപ്പം അതിന് സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ മുന്നിൽ ഒരു കൂടുതൽ എക്സ്പോസ്ഡ് ആവും. കാരണം ഒരു നേതാവിൻ്റെ മകൾക്കൊരു ബിസിനസ് തുടങ്ങാനായിട്ട് പാർട്ടിയുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ സംഘടനയുടെ ഒരു സാധനം ഇതുപോലത്തെ ഒരു ആവശ്യങ്ങൾക്ക് തൽക്കാലം ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു മിക്സിയോ ഒരു ദിവസത്തേക്ക് ഞാൻ വിശ്വസിക്കുന്ന സംഘടനയുടെ ഓഫീസിൽ നിന്ന് കടം മേടിച്ച് കൊണ്ടുപോകുന്ന പോലെ അല്ല അത്. അതിന് റെസൊല്യൂഷനൊന്നും വേണ്ട, ഞാൻ തിരിച്ചു കൊടുക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ അവരെനിക്ക് തരാതാണ്. പക്ഷേ ഇതുപോലെ അഡ്രസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായിട്ട് ആ പാർട്ടിയുടെ സംവിധാനങ്ങളിൽ കൂടെ അതിൻ്റെ കമ്മിറ്റികളുടെ പ്രമേയം ഉണ്ടാവണം. അങ്ങനെ പ്രമേയം ഉണ്ടോ ഉള്ളതായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകളായതുകൊണ്ട് ചോദ്യം ഉത്തരവില്ല. ഇപ്പോഴായിരിക്കും ഇവരുടെ ഈ സഖാക്കൾ അറിയണ ഈ സംഭവം. ഇപ്പോഴെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പത്രങ്ങളിൽ ഈ ന്യൂസ് വരുന്നുണ്ട്, എക്സാലോജിക്കിൻ്റെ ഒഫീഷ്യൽ അഡ്രസ്സ് ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പെൻഷനായ സമയത്ത് കിട്ടിയ തുച്ഛമായ തുക കൊണ്ട് തുടങ്ങിയ ഒരു ഓഫീസ്, അതിൻ്റെ അഡ്രസ്സ് പാർട്ടി ഓഫീസ് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഇവരൊക്കെ എത്ര അടിമ മനോഭാവക്കാരാണെന്ന്. അടിമകൾക്ക് ഇതിൽ അഭിമാനം ഉണ്ടാവും. ഈ CPM-ൻ്റെ ഈ ഗോവിന്ദനും ശിവൻകുട്ടിയും കടകംപള്ളിയോ പിന്നെ ജയരാജന്മാരോ ഒക്കെ അടിമകളെക്കാളും മോശമാണ് അവർ. അവർക്ക് തന്നെ ഇപ്പോൾ ഈ വൈകിയ സമയത്തെങ്കിലും പറയാനുള്ള നട്ടല്ലില്ല. ഇപ്പോഴും പിണറായി വിജയനെ പേടിച്ചവർ നടക്കുന്നത്. അടുത്ത് കൂടുതൽ എക്സ്പോസ്ഡ് ആവും. ഇപ്പോൾ നാളെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലാരെങ്കിലോ അല്ലെങ്കിൽ സതീശൻ്റെ വീട്ടിലാരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇന്ദിരാഭവൻ്റെ പേര് കൊടുത്താലുള്ള പോലെ എങ്ങനെ ഇരിക്കും അല്ലേ? അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ്റെ മകനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് മാരാർജി ഭവൻ്റെ പേര് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, ഇതൊന്നും നാട്ടുനടപ്പുള്ള കാര്യങ്ങളല്ല. അത് തികച്ചും ഫാസിസം കൊടികുത്തി വാഴുന്ന ഒരു പാർട്ടിയിൽ മാത്രം ഇതൊക്കെ നടക്കുള്ളൂ. ആരും ചോദ്യം ചെയ്യില്ല. അതുകൊണ്ട് ഇവർ അടിമകളായതുകൊണ്ട് അടിമത്തം കാണിക്കണമല്ലോ. അതിൻ്റെ ED വന്നു കഴിഞ്ഞാൽ അക്രമ സംഭവങ്ങളും വളയലും കല്ലേറും ഇഷ്ടികേറിയലും അല്ലെങ്കിൽ അതിലും വലുതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മറ്റേതൊരു വാടക വീടിൻ്റെ മുന്നിലാണ് വന്നത്, ഇത് വരുന്നത് പാർട്ടി ഓഫീസിന് മുമ്പിലാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയാം. AKG സെൻ്ററിൽ ED വന്നാൽ ഒരു ഫോർമാലിറ്റിക്ക് കയറി പോകാനല്ലേ ഉള്ളൂ, അവിടെ എന്തെങ്കിലും ഉണ്ടാവും? ചിലപ്പോൾ പറയാൻ പറ്റില്ല സാർ. അവിടെ കൊണ്ടുവന്ന് വെക്കാം. അതായത് ഈ പുതിയ വാടക വീട്ടിലേക്കാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നത് പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന്. അപ്പോൾ അവിടെ രേഖകളുണ്ടാവാം. അതുപോലെ ഇനി അവിടെ വെച്ചാൽ AKG സെൻ്ററിൽ കയറാൻ EDക്ക് പെട്ടെന്ന് കയറാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് AKG സെൻ്ററിൽ കൊണ്ടുവയ്ക്കാൻ സാധ്യതയുണ്ട്. അത് പഴയ AKG സെൻ്ററിൽ വേണമെങ്കിലും ആ പുതിയ AKG സെൻ്ററിൽ ഈ രേഖകൾ എവിടെ വേണമെങ്കിലും കൊണ്ട് ഒളിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഇനി അതൊന്നുമല്ല, പാർട്ടി ഓഫീസിൻ്റെ, അതായത് ഇവരുടെ പാർട്ടി ആസ്ഥാനത്തിൻ്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇത് AKG സെൻ്ററിൻ്റെ പാർട്ടി ഓഫീസ് ആസ്ഥാനത്ത് തന്നെ ഇരിക്കണമെന്നുമില്ല, ജില്ലാ കമ്മിറ്റി ഓഫീസിലാകാം. അപ്പോൾ EDക്ക് വേണമെങ്കിൽ CPM-ന്റെ ഏത് ഓഫീസിലും പരിശോധിക്കാം. ടെക്നിക്കലി സ്പീക്കിംഗ് ഈ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ വന്ന, ഈ വീണയുടെ വീട് റെയ്ഡ് ചെയ്യാൻ വന്ന ED സംഘത്തെ ആക്രമിച്ച ആൾക്കാർ നേരെ പോയത് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ്. അതെ. അപ്പോൾ ഏത് പാർട്ടി ഓഫീസിലേക്ക് അവർക്ക് പോകാം? എവിടെ വേണമെങ്കിലും ഈ രേഖകൾ കൊണ്ട് ഒളിപ്പിക്കാം. രേഖകളെയും ആളുകളെയും ഒളിപ്പിക്കാനായിട്ട് പണം ഒളിപ്പിക്കാം. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. ED ഇതിന് വ്യക്തമായിട്ടൊരു തുമ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണെങ്കിൽ അതെല്ലാം സംഭവിക്കും. അപ്പോൾ ഇവർക്ക് ചെയ്യാവുന്ന ഇതേപോലെയുള്ള ഈ അനാർക്കി സൃഷ്ടിക്കുക, അരാജകത്വം സൃഷ്ടിക്കാവുന്നത് തന്നെയാണ്.
പിന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു പോലീസാണല്ലോ ഉള്ളത്. അതെ, കണ്ടില്ലേ കോർപ്പറേഷനിൽ തന്നെ BJP-ക്കെതിരെ ബി കേസെടുത്തിരിക്കുന്നത്. ജെ പിക്ക് കേസെടുത്താൽ ബി ജെ പി രാജേഷ് കാലിന് പൊട്ടലേറ്റ് ആസ്പത്രി കിടക്കുന്ന വേറെ സ്ത്രീ കൗൺസിലറുടെ തലയ്ക്ക് പരിക്കായിരുന്നു, പക്ഷേ കേസ് ഇവർക്കെതിരെ. അതെ, അപ്പം അതുകൊണ്ട് പോലീസ് സതീശൻ വന്നാലും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയാലും പോലീസ് CPM-ൻ്റെ തന്നെയാണ്. കാരണം അവർ തീരുമാനിക്കുന്നത് നടക്കുള്ളൂ. അതുകൊണ്ട് ഈ അക്രമ സംഭവങ്ങൾ ഇനി നടക്കാം, പോലീസ് കൈകെട്ടി നിൽക്കാം, ഇതെല്ലാം നമുക്കിനി കാണേണ്ടി വരും. തീർച്ചയായും അത് തന്നെയായിരിക്കും ഇനി. പക്ഷേ ഈ വീണ കൊടുത്തിരിക്കുന്ന സ്ഥിരം മേൽവിലാസം AK സെൻറ്റർ ആകുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത്രയും നാൾ പാർട്ടി എടുത്തിരുന്ന, അതായത് പിണറായി വിജയനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ആക്രമണം നടത്തിയ CPM പിന്നീട് പറഞ്ഞത് മകൾക്ക് നേരെ ഇനി അന്വേഷണം വന്നാൽ ഞങ്ങൾ ഇടപെടില്ല, അപ്പോൾ പിണറായിക്കെതിരെയാണെങ്കിൽ ഞങ്ങൾ ഇടപെടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എക്സാലോജിക്കുമായിട്ട് CMRലായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നാണ് വീണയെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ CPM പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ പാർട്ടി ഓഫീസിൻ്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുമ്പോൾ വീണയുമായിട്ട് നേരിട്ട് ബന്ധം വന്നിരിക്കുകയല്ലേ CPM-ന്? വന്നു. അപ്പോൾ CPM ഗുരുതര കുറ്റമല്ലേ അവിടെ ചെയ്തത്? ഗുരുതരമായ കുറ്റത്തിനാണ് വന്നേക്കുന്നത്. അത് 2 കൊല്ലം മുമ്പേ തന്നെ ഈ സംസാരം ഉണ്ടായിരുന്നു. ഇവർ പാർട്ടി ഇൻവോൾവ് ആണ്, പിണറായി ഇൻവോൾവ് ആണ്, ഇതൊരു മോളുടെ പ്രശ്നം മാത്രമല്ല. കാരണം ഈ അഡ്രസ്സ് ഇവിടെ കൊടുക്കണമെങ്കിൽ ഇപ്പം എനിക്ക് AK സെൻറ്ററിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ബിസിനസ് തുടങ്ങാൻ സമ്മതിക്കില്ല അവർ. ഇല്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവരകത്തുള്ള ആൾക്കാർ, അതിൽ തന്നെ എല്ലാവർക്കും പറ്റില്ല. അതെ, നമ്മൾ ജോർജ് ഓർവെൽ പറഞ്ഞാൽ ഓൾ ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്ന് പറയുന്ന പോലെയാണ്. ഇതും വീണ വിജയൻ മോർ ഈക്വൽ ദാൻ അതേഴ്സാണ്. അതെ. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റിലേക്ക് തന്നെയാണ് വരുന്നത്. അല്ല, ഇതിൽ എനിക്കതൊരു സംശയമുള്ളതെന്ന് പറഞ്ഞു, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയുണ്ട്, ഞാനിപ്പോൾ BJP-യിൽ RSS-ലും ഒക്കെ ഉള്ള ആളാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കാര്യാലയത്തിൻ്റെ ഏതെങ്കിലും ഒരു അഡ്രസ്സിൽ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര ചോദ്യം വരും അവിടുന്ന്. ആ ഓഫീസിൽ നിന്ന് മാത്രമല്ല, ആ ഓഫീസിൽ വരുന്ന ആൾക്കാർ, അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പേർ, ഇത് പൊതുജന സമക്ഷത്തിൽ വരുന്നൊരു കാര്യമില്ല. അപ്പം അങ്ങനെ ഒന്നും വരാതെ അതീവ ഗൂഢമാക്കി വെച്ചിരിക്കണമെങ്കിൽ ഈ പാർട്ടി പിണറായി വിജയൻ്റെ കുടുംബത്തിന് എത്രമേൽ കീഴ്പ്പെട്ടു? പിണറായി വിജയൻ്റെ അടിമകളാണെന്ന്. ഇതൊരു പാർട്ടിയൊന്നും അല്ല. ഇപ്പോൾ ഡൽഹിയിൽ ഓഫീസുണ്ട്. ബേബിക്ക് മുമ്പ് ഒരാളുണ്ടായിരുന്നല്ലോ, ജനറൽ സെക്രട്ടറി, അന്തരിച്ചു പോയ ആള് സീതാറാം യെച്ചൂരി. അതിനു മുമ്പ് പ്രകാശ് കാരാട്ടാണ്. ഇവരെല്ലാം ഈ കേരള പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായിയുടെ കീഴിലുള്ളവരാണ്. ഇപ്പോൾ KB തോമസ് മാഷിനെ ഡൽഹിയിൽ കേരള ഗവൺമെൻറ് പ്രതിനിധിയായിട്ട് വെച്ചില്ലേ? അതിനു മുമ്പ് ഇയാളുണ്ടായിരുന്നു, എന്താണ്, സമ്പത്ത് ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് വേണു രാജാമണി വന്നു, ശമ്പളത്തിനുള്ളത്. അതേപോലെ ഒരാളാണ് ബേബി. ജനറൽ സെക്രട്ടറി എന്നുള്ളൊരു പദവിയാണ്. കേരള പാർട്ടിയുടെ ഡൽഹിയിലെ പ്രതിനിധി, തലസ്ഥാന മുമ്പിൽ പ്രതിനിധി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കരുതിയാൽ മതി. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായിയുടെ സ്വത്താണ്, കുടുംബ സ്വത്താണ്. അതുകൊണ്ടാണല്ലോ അന്ന് നേതാക്കന്മാരെല്ലാവരും കൂടി അവിടെ വന്ന് കല്ലെറിയാനായിട്ട് നിർദ്ദേശം കൊടുത്തു പോയത് ഇടി വന്ന സമയത്ത്. അല്ലെങ്കിൽ എന്തായാലും അതിലെന്ത് സാങ്കത്യമുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 9, 10, 12 മണിക്കൂർ ഇത് ചോദ്യം ചെയ്തു CBI-യും അതുപോലത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും. അത് BJP-ക്കാർ സമരം ചെയ്യായിരുന്നു. അന്ന് ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നത് UP ആണ്. അപ്പോൾ UPA-യുടെ ആക്രമണമാണ് BJP നേരെ എന്ന് പറഞ്ഞാൽ ആരാ സമരം ചെയ്തത്? അമിത്ഷാ ജയിലിൽ കിടന്നില്ലേ? മറ്റെവിടെയെങ്കിലും സമരം ഉണ്ടായോ? അത് വ്യക്തികളുടെ കാര്യങ്ങൾ, അത് വ്യക്തികളുടെ രൂപത്തിൽ പോകണം. ഇവർക്കത് പറ്റില്ല. ഇവർക്ക് അങ്ങനെയല്ല. ഇവരെ സംബന്ധിച്ച് പിണറായിയുടെ കുടുംബ സ്വത്ത് തന്നെയാണ് പാർട്ടി. ഇപ്പം ഒരു അഡ്രസ്സ് കൊടുത്താലൊരു സംഭവം പറയാം, പല കറസ്പോണ്ടൻസും വരും അവിടെ, വരില്ലേ? ഇപ്പോൾ കമ്പനി ലോ പ്രകാരം രജിസ്റ്റർ ചെയ്താണെങ്കിൽ കമ്പനി അഫയേഴ്സ് എന്നുള്ള ലെറ്റേഴ്സ് വരും. ഈ ലെറ്റേഴ്സൊക്കെ വരുന്ന AK സെൻറ്ററിലല്ലേ? അപ്പോൾ അവിടുത്തെ ഈ ലെറ്റർ സ്വീകരിക്കാതിരിക്കുന്ന ഒരു ക്ലർക്കോ ആയിട്ടൊരു സഖാവ് ഉണ്ടാവില്ല, അയാളല്ലേ ലെറ്റർ തരംതിരിച്ച് ഇത് വീണക്കുള്ളതാണ്, മാറ്റി വയ്ക്കാം. അപ്പോൾ പാർട്ടിയെ കൊണ്ട് പണിയെടുപ്പിക്കായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട്, അല്ലേ? കത്തടപാടുകൾ വരായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ മാധവനിവാസിൽ, ഞാൻ RSSൻ്റെ ഒരു സീനിയർ സ്വയംസേവനാണ്. ഞാനിവിടെ മാധവനിവാസുണ്ട്, RSSൻ്റെ സംസ്ഥാന കാര്യാലയം. അവിടുത്തെ അഡ്രസ്സും കൊടുത്ത് ഞാനൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ലെറ്ററൊക്കെ അവിടെ തന്നെ വരിക. അല്ല, കമ്പനി അഫയേഴ്സിന് പാടില്ല, ലെറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ പാലാരടുത്ത വീട്ടിലേക്ക് അയച്ചേക്കാം, അങ്ങനെ പറയാൻ സാധ്യമല്ല. അവരതിലേക്ക് ലെറ്റർ അയക്കുള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ തരം ചേട്ടൻ്റെ ലെറ്റർ ഒന്നും കണ്ടിട്ടോ എന്ന് പറയണം. അപ്പോൾ അയാൾ പണിയെടുക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട്.
ഇതിന് 3-ാം തരം എന്ന് പറഞ്ഞാൽ പറ്റുമോ? 4-ാം തരം, 5-ാം തരം, 6-ാം തരം അല്ലേ ഇത്? പക്ഷെ അത് സഹിക്കാൻ ഈ അടിമകൾ തയ്യാറാണ്. ഒരു പബ്ലിക് ഓഡിറ്റും ഇല്ലാത്ത ഒരു സംവിധാനമാണ് CPM എന്നുള്ളത് പൂർണ്ണമായിട്ടും തെളിയപ്പെടുന്നു. അതെ, എന്ത് കൊള്ളാം അവർക്ക് അതിനകത്ത് നടത്താം. സോഷ്യൽ ഓഡിറ്റില്ല, പബ്ലിക് ഓഡിറ്റില്ല, ഒരു കുന്തമില്ല. ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും നടത്താം. എന്ത് അതിൻ്റെ വേണം ചെയ്യാം, എന്ത് ഗുണ്ടാപ്പിരി വേണമെങ്കിൽ, കമ്പനി അഴിമതി, ഇഷ്ടമുള്ളവരെ ആക്രമിക്കാം, കൊല്ലാം, പോലീസ് മുഴുവൻ സ്വാധീനിക്കാം, അസോസിയേഷൻ യൂണിയനും ഒക്കെ ആയിട്ട് അവർക്ക് ഇവരുടെ വീട് പണി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കിട്ടും, കാര്യങ്ങൾ കിട്ടും. വേണമെങ്കിൽ നിയമം ലംഘിച്ചുകൊണ്ട് ഒരാൾ DGP മാറ്റിയിട്ട് വേറെ ആളെ കൊണ്ടുവന്ന് വയ്ക്കാം. കണ്ടതല്ലേ TP സെൻകുമാറിൻ്റെ മറ്റേ ബെഹ്റയുടെയും കാര്യത്തിൽ. അങ്ങനെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണം നടത്തിയിരുന്ന രാജ്യങ്ങളില്ലേ, പഴയ സോവിയറ്റ് യൂണിയൻ ഉദാഹരണമായിട്ട് എടുക്കാം, ഇപ്പോഴത്തെ ചൈന, കൊറിയ, ക്യൂബ, പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ദൈവത്തിന് അറിയുള്ളൂ. ഈ സ്ഥലത്തെ ഭരണം എന്താണ്? അത് തന്നെയാണ് ഇവർ നടപ്പാക്കിയത്. ഭരണമില്ലെങ്കിലും അവർ പാർട്ടിയിൽ നടപ്പാക്കുന്നത് അത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുള്ള വകുപ്പില്ല. ചോദ്യം ചെയ്യുന്ന ആൾ പുറത്താണ്, അല്ലെങ്കിൽ അടിയും കൊള്ളും, അല്ലെങ്കിൽ TP ചന്ദ്രശേഖരനാവും. അപ്പം അതുകൊണ്ട് സമരമൊക്കെ പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും. ഈ ഇടിക്ക് നേരെ ആക്രമണം ഉണ്ടാവും, 10-20 നേരം വീണ്ടും ജയിലിൽ പോകും, കുറെ പേര് ജയിലിൽ പോകും, ഇടിക്കും ചിലപ്പോൾ പരിക്ക് പറ്റാം. അല്ലെ, കൊല്ലാനാണ് ശ്രമിച്ചത് കഴിഞ്ഞ തവണ. കൊല്ലാനുള്ള സമയം ഇനി ഉണ്ടാവും. ഇപ്പൊ പോലീസ് നോക്കി നിൽക്കല്ലേ ഉള്ളൂ. അന്ന് പോലീസ് എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസല്ലേ. അതെ, അപ്പം ആ പോലീസ് തന്നെയാണ് ഇന്നും. രമേശ് ചെന്നിത്തല പേരിനൊരു ആഭ്യന്തരമന്ത്രിയാണെന്ന് മാത്രമേ ഉള്ളൂ. പോലീസിനെ ഭരിക്കുന്ന CPM തന്നെയാണ്. പിന്നെ അവർ ഇന്ത്യ സഖ്യ ആയതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സഖ്യകക്ഷികൾക്ക് വേണ്ടിയിട്ടല്ലേ. സതീശനും വിഷമം ഉണ്ടാവില്ല. സഖ്യകക്ഷികൾക്ക് രാവത്ത് വരുന്ന സഹായിക്കണ്ടേ. അങ്ങനെ അവരതിനെ കാണുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.